തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്രി കഴകം നേതാവും സിനിമാ താരവുമായ വിജയ് നയിച്ച റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട 39 പേർ മരിച്ചു. ഇതിൽ 8 കുട്ടികളും 17 സ്ത്രീകളുമുണ്ട്. കുഴഞ്ഞു വീണ കുട്ടികളടക്കം 107 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 17 പേരുടെ നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ന് പുലർച്ചെ കരൂരിലെത്തി. സച്ചിൻ വള്ളിക്കാട് കൂടി വിവരങ്ങളുമായി ചേർന്നുണ്ട്. സച്ചിൻ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ഉപരി ഒരു സിനിമാ നടൻ വളരെ ആവേശത്തോടെയായിരുന്നു കരൂരിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയത് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, പ്രിയപ്പെട്ട നടനെ കാണാനായി. എന്നാൽ മണിക്കൂറുകൾക്കകമാണ് അതൊരു ദുരന്ത ഭൂമിയായി മാറുന്ന കാഴ്ച രാജ്യം കണ്ടത്. 39 പേരാണ് ഇതിനോടകം ജീവൻ നഷ്ടമായത്. ആര്യ, തീർച്ചയായും രാജ്യത്തെ ഞെട്ടിക്കുന്ന സംഭവമാണ് തമിഴ്നാട്ടിലെ കരൂരിൽ ഇന്നലെ വൈകിട്ടോടുകൂടെ ഉണ്ടായത്. അതായത് തമിഴക വെട്രിക്കഴകം നേതാവും അതേപോലെ തന്നെ നടനുമായിട്ടുള്ള വിജയ് പങ്കെടുക്കുന്ന റാലിയിലേക്കാണ് ജനങ്ങൾ ഒഴുകിയെത്തിയത്. 10,000-ഓളം പേർക്ക് മാത്രം അനുമതി നൽകിയ റാലിയിൽ 1,00,000-ഓളം പേർ ആ റാലിയിൽ പങ്കെടുത്തു. ആ തിക്കിലും തിരക്കിലും പെട്ടാണ് നിരവധി പേർ മരണമടഞ്ഞത്. പ്രധാനമായും രാവിലെ മുതൽ കരൂരിലെ വിവിധ കരൂർ ജില്ലയിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളൊക്കെ കരൂരിലെത്തിയത്. എന്നാൽ വിജയ് എത്തുന്നത് വൈകിട്ട് 7 മണിയോട് കൂടിയാണ്. ശക്തമായ വെയില് അടക്കം തമിഴ്നാട്ടിൽ രൂക്ഷമായുണ്ട്. അതിനാൽ തന്നെ നിരവധി പേർ ഉച്ചയോടുകൂടി തളർന്ന് വീഴുന്ന സ്ഥിതിയുണ്ടായി. വൈകിട്ടോടുകൂടി ജനങ്ങൾ പിന്നിറങ്ങിയപ്പോൾ തളർന്നു വീണവരെ പുറത്തേക്ക് എത്തിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഗതാഗതക്കുരുക്കും അതേപോലെ തന്നെ ജനങ്ങളുടെ തിങ്ങി നിറഞ്ഞ് അതിൽ പ്രധാനമായും 17 പേരുടെ നില നിലവിൽ ഗുരുതരമായി തുടരുകയാണ്. 8 കുട്ടികളും അതേപോലെ തന്നെ 17 സ്ത്രീകളും അടക്കമുള്ളവരാണ് മരിച്ചിട്ടുള്ളത്. നിലവിൽ മരിച്ചവരുടെ 17ഓളം പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബന്ധുക്കൾക്ക് നിർദ്ദേശം വിട്ടു നൽകിയിട്ടുണ്ട്.